അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, കെ സുധാകരൻ ഇന്നലെ തന്നെ ഡൽഹിയിൽ നിന്ന് മടങ്ങി. അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിലെ വസതിയിലുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ വീടിന് പുറത്ത് അനുയായികൾ എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു വികാര പ്രകടനം നമ്മൾ നേരത്തെ വാക്കുകളിൽ കേട്ടു. എന്താണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ സാഹചര്യം? കെ സുധാകരന്റെ അതൃപ്തി ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ കാര്യത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവം നേതൃത്വത്തിൽ നിന്നുണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ? എന്തായാലും നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഒരുപാട് അനുയായികൾ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ, ഒരുപാട് പേർ, കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ രാവിലെ മുതൽ തന്നെ എത്തിച്ചേരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അടുപ്പമുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇന്ന് കാര്യമായിട്ട് പൊതുപരിപാടികളിലൊന്നും കെ സുധാകരൻ പങ്കെടുക്കുന്നില്ല, അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് നേരത്തെ നൽകിയൊരു വാക്കിന്റെ കാര്യത്തിലാണ് ഇതൊരു തർക്കമുള്ളത്. അതായത് 2024 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കണ്ണൂരിൽ അവസരം നൽകാമെന്നായിരുന്നു അന്ന് നേതൃത്വം നൽകിയ ഉറപ്പ്. പക്ഷേ അതിപ്പോൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സീറ്റ് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തിന് കെ സുധാകരൻ വഴങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചില നേതാക്കൾ, ഇപ്പോൾ റിജിൽ മാക്കുറ്റി കെ സുധാകരന് സീറ്റില്ല എന്ന് പറയുന്നത്. കെ സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കെ സുധാകരൻ അദ്ദേഹത്തിന്റെ വീട്ടിലല്ലേ ഉള്ളത്? എന്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടുന്ന പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിന് സീറ്റ് നൽകാത്തതിൽ ഒരു വലിയ പ്രതിഷേധം അവർ പുറത്തു പറയുന്നുണ്ട്. കെ സുധാകരൻ അദ്ദേഹം കണ്ണൂരിലെ കോൺഗ്രസിന്റെ എല്ലാമാണ്. അതിനകത്ത് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് അദ്ദേഹത്തിന്റെ വികാരത്തിനൊപ്പം തന്നെയാണ്. അതിന് സംശയം നിങ്ങൾക്ക്? അല്ല, സീറ്റ് കൊടുത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ? അത് ആരാ പറഞ്ഞു നിങ്ങളോട്? അല്ല, അങ്ങ് പാർട്ടി നേതൃത്വം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്നല്ലേ? അല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിന് മറുപടി പറയാൻ പറ്റില്ല. അല്ല, കണ്ണൂർ കെ സുധാകരൻ അദ്ദേഹം എന്താ ആഗ്രഹിക്കുന്നവരാ ഞങ്ങളെ കണ്ണൂരിലെ കോൺഗ്രസ്. അതിന്റെ സംശയം? അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ലല്ലോ. അദ്ദേഹം മത്സരിക്കുന്ന അദ്ദേഹത്തെ പാർട്ടി, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തന സമിതി അംഗമാണ്. അദ്ദേഹത്തെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം കണ്ണൂരിലെ പാർട്ടി ഉണ്ടാക്കിയ നേതാവാണ്. അദ്ദേഹമാണ് ഈ പാർട്ടി ഈ രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വഹിച്ചു. അത്ര വൈകാരികതയുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി. അദ്ദേഹം എംപിമാർ മത്സരിക്കേണ്ടതെന്നുള്ളതാണ് പുറത്ത്. എല്ലാ വിവരം നിങ്ങൾ പറയുന്ന വിവരമാണ്. പാർട്ടി അങ്ങനെ ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് അദ്ദേഹം പറയുമല്ലോ. ഞാൻ ഏതായാലും കെ സുധാകരൻ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം കണ്ണൂരിലെ വസതിയിലുണ്ട്. ഇന്ന് നാട്ടിൽ മറ്റ് പരിപാടികളൊന്നും അദ്ദേഹത്തിന് പങ്കെടുക്കാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം വസതിയിലാണ്. അവിടെ അദ്ദേഹത്തിന്റെ അനുയായികൾ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. കെ സുധാകരന് മത്സരിക്കാൻ താല്പര്യമുണ്ട്, അത് അദ്ദേഹം നേരത്തെ പറഞ്ഞതുമാണ്. ഇനി കെ സുധാകരനെ മത്സരിപ്പിക്കില്ല, അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കോൺഗ്രസ്, അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് എങ്ങനെ അദ്ദേഹം വളർത്തി എന്നൊക്കെ അവിടുത്തെ നാട്ടുകാർക്ക് അറിയാമെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇതെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു FB പോസ്റ്റ് ഇപ്പോൾ കെ സുധാകരൻ ഇട്ടത് എന്നതിന് കൂടി നമ്മൾ മറുപടി കണ്ടെത്തേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.